അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി ജബ്ബാർ പറയുന്നൊരു സംഗതി, ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊല സുഹുഫി ഇബ്രാഹീമ വ മൂസ. ഇത് പൂർവ്വവേദങ്ങളിലുള്ളതാണ്, ഇബ്രാഹീമിൻ്റെയും മൂസയുടെയും വേദങ്ങളിലുള്ളത്. ഇതിനെ സംബന്ധിച്ച് ജബ്ബാർ പറയുന്നത്, ഇബ്രാഹിം നബിയോടും മൂസാ നബിയോടും ഇവിടെ പാലും തേനും ഒഴുകുന്നൊരു ദേശം നൽകാം എന്ന് ഓഫർ കൊടുത്തുകൊണ്ടാണ് ഓഫർ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ പറയുന്ന കാര്യം തനി നുണയാണ് എന്നാണ്. ഏത് കാര്യം? പരലോകത്തെ സംബന്ധിച്ചുള്ള, പരലോകമാണ് ഏറ്റവും ഉത്തമവും ശാശ്വതവും ഉള്ളത്. അത് ഈ വേദത്തിൽ ഖുർആനിൽ മാത്രമുള്ളതല്ല, പൂർവ്വവേദങ്ങളിലുള്ളതാണ്. ഇബ്രാഹിം നബിക്കും മൂസാ നബിക്കും ഒക്കെ നൽകിയിട്ടുള്ള വേദങ്ങളിലുള്ളതാണ് എന്ന് പറയുന്ന നുണയാണ് എന്നാണ് ജബ്ബാർ പറഞ്ഞത്. ജബ്ബാർ പറഞ്ഞ കാരണം, ഇബ്രാഹിം നബിയുടെ വേദം ലോകത്തെവിടെയും കിട്ടാനില്ല. മൂസാ നബിൻ്റേതായിട്ടുള്ള വേദം തൗറാത്ത്, അതിലിങ്ങനെ ഒരു പരാമർശമില്ല എന്നാണ്. ഞാൻ വായിച്ചെടുത്തോളല്ല, ഇനി കണ്ടാലേ നമുക്ക് അംഗീകരിക്കണതിന് കുഴപ്പമില്ല എന്നും പറയുന്നുണ്ട് ജബ്ബാർ. അപ്പോൾ ഇത്രയ്ക്ക് ഒരു സംഗതി ബോധ്യമില്ലാതെ ഈ ജബ്ബാർ എന്ന് പറയുന്ന ഇരുകാലി ഖുർആൻ പറഞ്ഞത് നുണയാണ് എന്ന് പറയൽ എങ്ങനെയാണ്? ഒരു കാര്യം നുണയാവണമെങ്കിൽ ആ പറഞ്ഞ സംഗതി എവിടെ പറഞ്ഞുവോ അവിടെ ഇല്ല എന്ന് ഇയാൾക്ക് തെളിയിക്കാൻ കഴിയണ്ടേ? ഒന്നാമത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ വേദം, ജബ്ബാർ എന്നെ പറഞ്ഞതനുസരിച്ച് ഇബ്രാഹിം നബിയുടെ വേദം എവിടെയും കിട്ടാനില്ല. അപ്പോൾ ഇബ്രാഹിം നബിയുടെ കിട്ടാനില്ലാത്ത വേദത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്നെങ്ങനെ ജബ്ബാർ പറയാം? കവിഞ്ഞാൽ ജബ്ബാറിന് പറയാവുന്നത് ഇബ്രാഹിം നബി എന്നുള്ളൊരു മനുഷ്യനില്ലായിരുന്നു, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു വേദം നൽകിയിട്ടില്ലായിരുന്നു എന്നൊക്കെ പറയാം. എന്നാൽ ചരിത്രം ജബ്ബാറിൻ്റെ അത്തരം വാദഗതികൾക്കെതിരാണ്. കാരണം ലോകത്തെ മഹാഭൂരിപക്ഷവും വരുന്ന ജനത, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, ജൂതന്മാർ, ഈ മൂന്ന് വിഭാഗവും ചരിത്രത്തിൻ്റെ പിൻബലത്തിലാണ് തങ്ങളുടെ പൂർവ്വപിതാവായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കാണുന്നത്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജീവിച്ചിരുന്നിട്ടില്ല എന്ന് ജബ്ബാർ പറഞ്ഞാൽ ലോകത്താരും അംഗീകരിക്കാൻ പോകുന്നില്ല. ജബ്ബാറിനെ പോലുള്ള കുറച്ച് യുക്തിവാദികളത് അംഗീകരിച്ചു എന്ന് വരാം, അത് തെളിവല്ലല്ലോ. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ന് പറയുന്ന മനുഷ്യന് വന്നിട്ടേ അല്ല, ജീവിച്ചിട്ടേ അല്ല എന്ന് പറഞ്ഞാൽ സ്വീകാര്യമാവില്ല. പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് വേദമുണ്ടായിരുന്നില്ല എന്നാണ് ജബ്ബാറിൻ്റെ വാദം. ഇതെവിടുന്നാണ് ജബ്ബാറിന് കിട്ടിയത്? ഒരു സംഗതി ഉണ്ടായിരുന്നു എന്ന് ആ പ്രവാചകനെ നിയോഗിച്ച് അള്ളാഹു പറയുന്നു, ഞാനിങ്ങനെ ഒരു വേദം കൊടുത്തിട്ടുണ്ട്. എന്നാൽ പ്രവാചകന് അള്ളാഹിനും സ്വീകരിക്കാൻ തയ്യാറില്ലാത്തവൻ പറഞ്ഞു, ഈ അങ്ങനെ ഒരു വേദവും കൊടുത്തിട്ടില്ല, ഇബ്രാഹിം നബിക്ക് അങ്ങനെ വേദം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചരിത്രപരമായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിലെ ചരിത്രം ജബ്ബാറിൻ്റെ കയ്യിലുണ്ടോ? അങ്ങനെ ചരിത്രം ജബ്ബാറിൻ്റെ കയ്യിലുണ്ടാവുകയും അതിൽ അങ്ങനെ ഇബ്രാഹിം നബി എന്ന് പറഞ്ഞ മനുഷ്യനിലായിരുന്നു, ഇബ്രാഹിം നബിക്ക് അങ്ങനെ വേദം കിട്ടിയിട്ടില്ല എന്ന് ചരിത്രപരമായി തെളിയിക്കാൻ ജബ്ബാറിന് കഴിയുകയാണെങ്കിൽ അത് ജബ്ബാർ കൊണ്ടുവരട്ടെ, തെളിയിക്കട്ടെ. പിന്നെ ജബ്ബാറിന് പറയാനുള്ളത്, എപ്പോഴും മൂപ്പർ പറയുന്ന ഒരു സംഗതിയാണ്, ഒരു പോസിലിൻ്റെ കഷ്ണം പോലും ഇല്ല. അപ്പോൾ ലോകത്തുള്ള ഏത് സംഗതിക്കും ആകെ മൂപ്പർ തെളിവ് പോസിലാണ്. ഈ പോസിലിൻ്റെ കഥ എന്താണുള്ളത് നമുക്കറിയാം. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും, ലോകത്ത് നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങൾക്കും ഫോസിൽ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് വിഡ്ഢിത്ത? ഫോസിലാണോ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെക്കുക? അങ്ങനെ വല്ല ലിഖിതമോ ആയിട്ടുള്ള വല്ല വ്യവസ്ഥയും ഈ പ്രപഞ്ചത്തിനുണ്ടോ ജബ്ബാറെ? അപ്പോൾ എന്തൊക്കെയോ വിളിച്ച് പറയാം, ഇതാണ് ജബ്ബാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഖുർആൻ കള്ളം പറയുന്നു, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കള്ളം പറയുന്നു എന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പോവുകയും ചെയ്യാനുള്ളതാണ് ഇവിടെ ജബ്ബാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
എന്നിട്ട് പിന്നെ പറയുന്നത് എന്താണ്, അങ്ങനെ ഒന്ന് തെളിയിക്കുകയാണെങ്കിൽ അംഗീകരിക്കുന്നതിന് മൂപ്പർക്ക് പിന്നെ പ്രയാസമൊന്നുമില്ല, അങ്ങനെ ഒരു സാധനമില്ല എന്നുള്ളതാണ് മൂപ്പരുടെ തെളിവ്. അപ്പോൾ ഇത്തരത്തിലുള്ള ദുഷ്ടബുദ്ധി ഒരു ജബ്ബാർ എന്ന് പറയുന്ന മനുഷ്യനെ പോലെ അതങ്ങനെയുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ദുഷ്ടബുദ്ധി ഉണ്ടാവുകയുള്ളൂ. ആ ദുഷ്ടബുദ്ധിയിൽ ഉദിക്കുന്ന സംഗതികൾ വിളിച്ചു കൂവുക, എന്നിട്ട് അതിന് യുക്തിവാദം എന്ന് പേരിടുക, എന്നിട്ട് അത് ജനങ്ങളുടെ മുമ്പിൽ പ്രചരിപ്പിക്കുക, എന്നിട്ട് അതിലൂടെ ഖുർആനെ താറടിച്ച് കാണിക്കാൻ ശ്രമിക്കാനുള്ളതാണ് ഇവിടെ ജബ്ബാർ ചെയ്യുന്നത്. മൂസാ നബി അലൈഹി സ്വലാമിന് വേദം ഉണ്ടായിരുന്നു എന്ന് ജബ്ബാർ സമ്മതിക്കുന്നുണ്ട്. കാരണം തൗറാത്തിനെ പറ്റി ജബ്ബാർ പറയുന്നുണ്ട്. എന്നാൽ ഈ വേദം പഴയ നിയമത്തിൽ ഇങ്ങനെ സ്വർഗത്തെപ്പറ്റി പരാമർശമൊന്നുമില്ല. അവിടെ തേനും പാലും ഒഴുകുന്ന ഒരു ലോകത്തെ അല്ലെങ്കിൽ രാഷ്ട്രത്തെ സംബന്ധിച്ച് സംവിധാനത്തെ പറ്റിയാണ് ഇവർക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ളതെന്നാണ്. തേനും പാലും ഒഴുകുന്ന വാഗ്ദാനം ഭൂമിയിലെ ജീവിതത്തിൽ മൂസാ നബി അലൈഹിസ്സലാം മാത്രമല്ല, അല്ലെങ്കിൽ ഇബ്രാഹിം നബിയോട് മാത്രമല്ല പറഞ്ഞത്, ലോകത്തുള്ള വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും അവരവരുടെ സമൂഹങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഇബ്രാഹിം നബിയുടെ മുമ്പ് വന്നിട്ടുള്ള നൂഹ് നബി അലൈഹിസ്സലാം, മധ്യേഷ്യയിൽ വന്നിട്ടുള്ള നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞതെന്തായിരുന്നു? ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നിങ്ങളുടെ നാഥനോട് നിങ്ങൾ മാപ്പിരക്കുക, അവൻ പാപങ്ങൾ പൊറുക്കുന്നവനാണ്. യുർസിലിസ്സമാ അലൈക്കും മിദ്റാറ, അവൻ നിങ്ങൾക്ക് ധാരാളമായിട്ട് സമൃദ്ധമായി മഴ പെയ്യിച്ചു തരും. വയുംദിദുക്കും ബി അംവാലിം വ ബനീൻ, സമ്പത്തും സന്താനവും നൽകി അവൻ നിങ്ങളെ സഹായിക്കും. വജന്നാത്തിൻ, തോട്ടങ്ങളും തരും. അതുപോലെ തന്നെ അൻഹാറൻ, അവൻ നദികൾ ഒഴുക്കിത്തരും. അപ്പോൾ ദുനിയാവിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും. പരലോകത്താവട്ടെ നിങ്ങളുടെ തെറ്റുകൾ പുറത്ത് തന്ന് അവൻ നിങ്ങൾക്ക് സ്വർഗവും നൽകും. ഇങ്ങനെ രണ്ട് ലോകവും ലഭിക്കാൻ പോകുന്ന ഒന്നാണ് ഇസ്ലാം എന്നാണ് ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ളത്. ഇത് തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വിശുദ്ധ ഖുർആനും പറഞ്ഞിട്ടുള്ളത്. ഖുർആൻ പറഞ്ഞിട്ടില്ലേ, വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ്സാലിഹാത്തി ലയസ്തഖലിഫന്നഹും ഫിൽ അർളി. നിങ്ങളുടെ കൂട്ടത്തിൽ ഈമാനും അമലുസ്സാലിഹുമുള്ളവർ യഥാവിധി ഖുർആൻ അംഗീകരിച്ച് അതിനനുസരിച്ച് ജീവിക്കാൻ തയ്യാറുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ച് ജീവിക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് ഈ ഭൂമിയിൽ ആധിപത്യം നൽകുമെന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും ഖുർആൻ ദുനിയാവിനെ അവഗണിച്ചല്ല മുന്നോട്ട് പോയിട്ടുള്ളത്. ഖുർആൻ ദുനിയാവിന് അർഹിക്കുന്ന പരിഗണന കൊടുത്തിട്ടുണ്ട്. കാരണം മനുഷ്യൻ ജീവിക്കുന്നത് ഈ ലോകത്താണ്. ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടാണ് അവൻ പരലോകത്തേക്ക് പോണത്. അല്ലാതെ അമ്മൻ്റെ വയറ്റിൽ നിന്ന് മാതാവിൻ്റെ വയറ്റിൽ നിന്ന് നേരെ പരലോകത്തേക്ക് പോവല്ല. അതുകൊണ്ട് അവൻ ജീവിക്കണ ദുനിയാവിൽ തീർച്ചയായും അവന് സമാധാനവും ശാന്തിയും ലഭിക്കേണ്ടതുണ്ട്, ജീവിത സൗകര്യങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്, അതൊക്കെ ഉണ്ടാവണം. അതനുഭവിച്ചുകൊണ്ടാണ് അവൻ പരലോകത്തേക്ക് പോണത്. എന്ന് മാത്രമല്ല, ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ തേടാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ച ദീനാണ് ഇസ്ലാം. അല്ലാഹുമ്മ അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ, അല്ലാഹുവേ ഞാൻ നിന്നോട് നിഷേധത്തിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു, ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷ തേടുന്നു എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാദൽ ഫഖറു അൻ യകൂന കുഫ്ര, ഫഖർ ദാരിദ്ര്യം എന്നത് ചിലപ്പോൾ നിഷേധത്തിലേക്ക് പോലും വഴിതെളിയിച്ചേക്കാം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഇതൊന്നും ജബ്ബാറിനെ അറിയാത്തതുകൊണ്ടല്ല. ജബ്ബാർ ഇതൊക്കെ കണ്ടില്ലാന്ന് വെച്ചിട്ട് പൂച്ച പാൽ കുടിക്കണ മാതിരി കണ്ണ് മുറുക്കി ചിമ്മിട്ടേ ജബ്ബാർ പാൽ കുടിക്കുള്ളൂ. അതുകൊണ്ടാണ് ജബ്ബാറിന് ഇതൊന്നും മനസ്സിലേക്ക് വരാത്തതും. അതുപോലെ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി, മുസ്ലിങ്ങളെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുകയും അത് തൻ്റെ ജീവിത ധർമ്മമായിട്ട് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ള മഹാനുഭാവനാണല്ലോ നമ്മളെ ജബ്ബാർ. അതുകൊണ്ട് ജബ്ബാറിൽ നിന്ന് ഇത്തരത്തിലുള്ള കളവുകളും അതുപോലെ തന്നെ കോപ്രായങ്ങളും മാത്രമേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അയാളിൽ നിന്ന് നന്മയുടേതായിട്ടുള്ള യാതൊന്നും പ്രതീക്ഷിക്കണതിൽ ഒരർത്ഥമില്ല എന്നാണ് ജബ്ബാർ തൻ്റെ ഇത്തരത്തിലുള്ള
വാചാട്ടോപ്പങ്ങളിലൂടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജബ്ബാർ എന്താണോ പറയുന്നത് അതിൽ നിന്ന് നേരെ വ്യത്യസ്തമാണ്. ഇവിടെ ചിരിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം ഇസ്ലാമിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുയായികളുടെ സദസ്സിലിരുന്നുകൊണ്ട് പലപ്പോഴും ചിരിച്ചിട്ടുള്ളതായിട്ട് ഹദീസുകളിൽ കാണാം. ആരാ ഇസ്ലാം ചിരിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു എന്ന് ജബ്ബാറിനോട് പറഞ്ഞത്? ചിത്രം വരക്കാൻ പാടില്ല എന്ന് ആരാ പറഞ്ഞിട്ടുള്ളത്? പക്ഷേ എല്ലാറ്റിനും ഒരു പരിധി വേണം, വ്യവസ്ഥ വേണം. അത് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ആ വ്യവസ്ഥ അനുസരിച്ച് മുന്നോട്ട് പോകണം. അതിര് വിട്ടൊന്നും ചെയ്യാൻ പാടില്ല. പരലോകത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് ഇതൊക്കെ പ്രയോജനപ്പെടുത്താവൂ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. കാരണം ഖുർആൻ അതിനാണല്ലോ വന്നിട്ടുള്ളത്. മനുഷ്യനെ ഭൂമിയിലെ ജീവിതം അനുഭവിക്കാൻ ആഹ്വാനം ചെയ്യുമ്പം തന്നെ പരലോകത്തെ മറന്നുകൊണ്ടാവരുത് ഭൂമിയിലെ ജീവിതം കൈയാളണമെന്ന് പഠിപ്പിക്കാനാണ് ഖുർആൻ വന്നത്. അപ്പോൾ ഇതിനെയാണ് ജബ്ബാർ ഇവിടെ ഖുർആൻ പൗരാണിക പണ്ഡിതന്മാർ ഇബ്രാഹിം നബി അലൈഹി സ്വലാമും മൂസാ നബീൻ്റെ വേദങ്ങളിലൊക്കെ ഉണ്ടെന്നാണ് നുണയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ജബ്ബാർ എന്ന് പറയുന്ന ഈ ഇരുകാലി ജീവിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ചരിത്രം അറിയില്ല. ചരിത്രത്തിൽ വല്ലതും ഉണ്ടെങ്കിൽ തന്നെ അത് അംഗീകരിക്കാനും അയാൾ സന്നദ്ധനല്ല. വേദങ്ങളെ സംബന്ധിച്ച് പോലും യാതൊരു പിടിപാടുമില്ലാത്ത ഒരു സാധനം എന്നേ ജബ്ബാറിനെ സംബന്ധിച്ച് പറയേണ്ടതുള്ളൂ. അല്ലെങ്കിൽ ഇത്ര ധിക്കാരത്തോടു കൂടി പൂർവ്വവേദങ്ങളിലൊന്നും സ്വർഗനരകങ്ങളെ പറ്റിയുള്ള പരാമർശമൊന്നുമില്ല എന്ന് പറയാൻ അയാൾ മെനക്കെടുമായിരുന്നില്ല. ഇതാണ് ജബ്ബാർ എന്ന് പറയുന്ന സാധനം.